ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇലക്ഷൻ പ്രമാണിച്ച് അവധിയുള്ളത് എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പലരും പറയുന്നത് 2 ദിവസം അവധിയാണ്. കാരണം ഇലക്ഷൻ നടക്കുന്നത് 9-ാം തീയതി 11-ാം തീയതിയാണ്. ഈ 2 ദിവസങ്ങളിലും അവധിയുണ്ടെന്നാണ് പല വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജില്ലയിൽ എന്നാണോ ഇലക്ഷൻ നടക്കുന്നത് ആ ജില്ലക്ക് ആ ദിവസമായിരിക്കും അവധി ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവും, ഞങ്ങളുടെ ജില്ലയിൽ എന്നാണ് ഇലക്ഷൻ. പലർക്കും വലിയ വലിയ ആളുകൾക്കൊക്കെ അറിയും, പക്ഷെ കുട്ടികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇതറിയാൻ സാധ്യത കുറവാണ്. ഇനി ഇങ്ങനത്തെ അപ്ഡേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയും. കാരണം നമ്മൾ കറക്റ്റായിട്ട് നിങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം. ഇലക്ഷൻ 2 ഡേറ്റിലായിട്ടാണ് ഉള്ളത്, 9ഉം 11ഉം. 9-ാം തീയതി ഏതൊക്കെ ജില്ലയിലാണ് ഇലക്ഷൻ നടക്കുന്നത് നോക്കാം. 9-ാം തീയതി ട്യൂസ്ഡേ, അതായത് ചൊവ്വാഴ്ച നടക്കുന്നത് ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം. ഈ ജില്ലകളിലാണ് ഡിസംബർ 9-ാം തീയതി നടക്കുന്നത്. ഇനി ഡിസംബർ 11-ന് നടക്കുന്നത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, കാലിക്കറ്റ്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഈ ജില്ലകളിലുമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. അന്ന് കൃത്യമായിട്ട് പൊതു അവധിയായിരിക്കും, നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടായിരിക്കില്ല എന്ന് വീണ്ടും പറയുന്നുണ്ട്. വീണ്ടും മക്കളെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് 9-ാം തീയതിയുള്ള ജില്ലകൾ ആരൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡിസംബർ 11-നുള്ള ജില്ലകൾ ആരൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഏത് ജില്ലയിലെ കുട്ടികളാണ് നമ്മുടെ സബ്സ്ക്രൈബ്സ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ എജുപോർട്ടിൻ്റെ ഫാൻസ് ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്